ജയിൽ ജീവിതം എങ്ങനെയുണ്ട് എന്ന് അറിയാനുള്ള ആഗ്രഹവുമായി 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യവസായി നമ്മുടെ കേരള പോലീസിനെ സമീപിച്ചു. പക്ഷെ കുറ്റം ചെയ്യാത്തവർക്ക് ജയിലിൽ കഴിയാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പോലീസ് ആ വ്യവസായിയെ തിരിച്ചയച്ചു. എന്നാൽ തെലങ്കാനയിൽ ജയിൽ ടൂറിസത്തിന്റെ ഫീൽഡ് ജയിൽ എന്ന പദ്ധതിയിലൂടെ ആ പ്രമുഖ വ്യവസായി തന്റെ ആഗ്രഹം സഫലമാക്കി. 500 രൂപ ഫീസ് അടച്ച് 24 മണിക്കൂറാണ് അന്ന് ജയിലിൽ കഴിഞ്ഞത്. തടവുകാരുടേത് പോലത്തെ വസ്ത്രം ധരിച്ച് അവിടുത്തെ ജോലികൾ ചെയ്ത് അവർക്ക് നൽകുന്ന ഭക്ഷണം കഴിച്ചായിരുന്നു 24 മണിക്കൂറോളം ആ പ്രമുഖ വ്യവസായി ജയിലിൽ കഴിഞ്ഞത്. ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. സിനിമാ താരം ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ യഥാർത്ഥ തടവ് പുള്ളിയായി ആ പ്രമുഖ വ്യവസായി ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ്. ഇനിയിപ്പോ ആ വ്യവസായി ആരാണെന്ന് പറയണ്ടല്ലോ. അന്ന് 500 രൂപയ്ക്ക് ജയിലിൽ കിടന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ശിങ്കിടികളാകട്ടെ ഇന്ന് 10,000-ഉം 20,000-ഉം ലക്ഷങ്ങളും ഒക്കെ ആയിട്ട് ചാനലുകൾ കയറി ഇറങ്ങുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്ത് വാർത്ത കൊടുക്കണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ മഹാന്മാർ ചാനലുകൾ കയറി ഇറങ്ങുന്നത്. ചില ചാനലുകൾ തുക കൈപ്പറ്റി കിട്ടിയ കാശിനുള്ള നന്ദിയും കാണിച്ചു തുടങ്ങി. പക്ഷെ അങ്ങനെ ന്യായീകരിക്കപ്പെടേണ്ട ഒരാളാണോ ബോച്ചയെ പോലെ ഉള്ളവർ? വായ തുറന്നാൽ അശ്ലീലം മാത്രം സംസാരിക്കുന്ന, സ്ത്രീകളുടെ ശരീരത്തെ ലൈംഗികതയോടെ മാത്രം വർണ്ണിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾക്ക് എങ്ങനെ കഴിയുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യാപേക്ഷ നൽകിയത്. നടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടേയില്ല, തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നും ബോബി ചെമ്മണ്ണൂർ കോടതിയെ അറിയിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്ന് ചോദിച്ചു. ബോബി ചെമ്മണ്ണൂർ സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. ഇതോടെ കേസ് ചൊവ്വാഴ്ച പരിഗണിക്കുന്നത് വരെ ബോബി ജയിലിൽ തുടരേണ്ട അവസ്ഥയാണ്. പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം വേട്ടയാടുകയാണെന്നും താൻ നിരപരാധിയാണെന്നും ബോബി ചെമ്മണ്ണൂർ ഹർജിയിൽ ആരോപിക്കുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ ബുധനാഴ്ച അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ദിവസം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അപ്രതീക്ഷിതമായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനം. ഇതോടെ മേൽക്കോടതിയെ സമീപിക്കാൻ പോലും സാഹചര്യമില്ലാതെ ബോബി ചെമ്മണ്ണൂരിന് ആദ്യ ദിനം കാക്കനാട് ജയിലിൽ കഴിയേണ്ടി വന്നു. കോടതി കേസ് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയതോടെ ശനിയാഴ്ചകളിൽ ജയിലിൽ കിട്ടുന്ന മട്ടൻ കറി ബോച്ചയ്ക്ക് മിസ്സാകില്ല എന്നതാണ് ആശ്വാസം. ജയിലിൽ ബോബി ചെമ്മണ്ണൂർ അനുസരണശീലമുള്ള ഒരു പുതിയ മനുഷ്യനാണെന്നാണ് പറയുന്നത്. ജയിൽ നിയമങ്ങൾ എല്ലാം തന്നെ അനുസരിക്കുന്നു. ജയിൽ വാർഡന്മാർ പറയുന്നതും കേൾക്കുന്നു. പരിഭവം ഒന്നുമില്ലാതെ സാധാ തടവുകാരനായി കഴിയുകയാണ്. കാക്കനാട്ടെ ജയിലിൽ എ ബ്ലോക്കിലാണ് താമസം. പുതിയ അഡ്മിഷൻകാരെ ഇവിടെയാണ് പാർപ്പിക്കാറുള്ളത്. സെല്ലിന് പുറത്തിറങ്ങാൻ അനുവാദമുണ്ട്. എന്നാൽ എല്ലാവർക്കും ബോബി ചെമ്മണ്ണൂരിനെ അറിയാം. മുതലാളിയാണ് എന്നതും പരസ്യം തന്നെ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയാൽ മറ്റ് തടവ് പുള്ളികൾ വളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് തടവ് പുള്ളികൾ സെല്ലിൽ കയറുമ്പോൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് വിടുന്നത് പോലും. തടവുകാരായ മറ്റുള്ളവർ ബോച്ചയെ ശല്യപ്പെടുത്താതിരിക്കാനാണ് ഇതെല്ലാം എന്നാണ് പറയുന്നത്. സാധാ പരിഗണനകൾ മാത്രമേ അനുവദിക്കാൻ കഴിയൂവെന്ന് ജയിൽ അധികൃതർ ബോച്ചയെ അറിയിച്ചിട്ടുമുണ്ട്. ജാമ്യം കിട്ടുന്നത് വരെ ഇങ്ങനെ പോട്ടെ എന്ന നിലപാടിലാണ് സ്വർണ്ണക്കട മുതലാളി ഇപ്പോഴുള്ളത്.